ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് എല്ലാ ദിവസവും ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സാണ് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതേപോലെ തന്നെ ഇത് ഹെൽപ്ഫുൾ ആകുമ്പോൾ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനായിട്ട് ഉറപ്പായിട്ടും ഷെയർ ചെയ്യാൻ കൂടെ ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുന്നത്, നമുക്കറിയാം പലപ്പോഴും ഈ പൈനാപ്പിൾ വാങ്ങിയാൽ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും. ഞാൻ മുൻപ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ നേരെ പിടിച്ചിട്ട് അതിൻ്റെ ആ ഒരു തലഭാഗം ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തതിന് ശേഷം ഇത് മുകളിൽ നിന്ന് താഴെ വരെയും ഇതിൻ്റെ ഒരു സ്കിൻ ഇങ്ങനെ ചീകി കളയായിരുന്നു. നല്ല പാടായിരിക്കും. ചില സമയത്ത് നമ്മളുടെ കത്തിക്കൊന്നും മൂർച്ചയില്ലെങ്കിൽ നല്ല ഡിഫിക്കൽട്ടായിരിക്കും. അതിന് പകരം ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എന്തായാലും നമ്മളിത് റൗണ്ടിലാണല്ലോ പിന്നീട് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിനെ നമുക്ക് ഫസ്റ്റ് തന്നെ റൗണ്ടിൽ കട്ട് ചെയ്യാം. റൗണ്ടിൽ കട്ട് ചെയ്യുമ്പം അധികം കട്ടിയില്ലാതെ നമുക്ക് തിന്നായിട്ടോ തിക്കായിട്ടോ നമ്മുടെ സൗകര്യത്തിന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു സ്കിൻ നമുക്ക് ആ റൗണ്ടിൽ തന്നെ ചീകിയെടുക്കാം. ഇങ്ങനെ ആകുമ്പോഴത്തേക്കിനും ശരിക്കും പറഞ്ഞാൽ പൈനാപ്പിൾ കട്ട് ചെയ്യാൻ തന്നെ എളുപ്പമാണ്. ചില സമയങ്ങളിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി ആലോചിച്ചിട്ട് കുറച്ച് കഴിയട്ടെ വെച്ചുകൊണ്ടിരിക്കും. ഇതാവുമ്പോഴത്തേക്കിനും സുഖമായിട്ട് കട്ട് ചെയ്തെടുക്കാം. കാരണം ആ ഒരു സ്കിൻ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് ചെറിയ പീസായിട്ടോ ക്യൂബ്സായിട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ്. അപ്പം ഇത് ചെയ്യുന്നവരുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നെക്സ്റ്റ് ടൈം ഇതേപോലെ ചെയ്ത് നോക്കുക. മുൻപത്തെ പോലെ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് വേർട്ടിക്കലായിട്ട് പിടിച്ചിട്ട് അതിന് മുകളിൽ നിന്ന് താഴേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു ഡിഫിക്കൽട്ടി ഒഴിവാക്കാം. അതുമാത്രമല്ല, അങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കിനും കുറേ ഈ ഒരു ഫ്രൂട്ടിൻ്റെ പീസ് ആ സ്കിന്നിൻ്റെ കൂടെ പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കടലമാവൊക്കെ വാങ്ങുമ്പോഴത്തേക്കിനും കുറച്ച് ഏറെയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റും. കുറച്ച് കഴിയുമ്പോൾ നമ്മളിത് വെറുതെ ടിന്നിലാണ് ഇട്ട് വെക്കുന്നതെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ആദ്യം അത് കണ്ടില്ലെങ്കിലും അതിൽ ചെറിയ പ്രാണികൾ കാണാനായിട്ടൊക്കെ തുടങ്ങും. അപ്പോൾ നമ്മൾ ഓർക്കുകയും ചെയ്യും, ഇത് വാങ്ങിയപ്പോഴത്തേക്കിനോ അല്ലെങ്കിൽ ഇട്ട് വെച്ചപ്പോഴും ഉണ്ടായിരുന്നില്ല, പിന്നെ ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് കേട്ടോ. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിത് വാങ്ങുന്ന സമയത്ത് തന്നെ ചില സമയങ്ങളിൽ നമുക്കിത് പാക്കറ്റിൽ വരുമ്പോഴത്തേക്കിനും അതിൽ പ്രാണികളൊന്നും ഉണ്ടാവാറില്ല. പക്ഷേങ്കിൽ അതിലിതിൻ്റെ മുട്ട ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് കുറേ കഴിയുമ്പോഴത്തേക്കിനും നമ്മളുടെ കയ്യിലിരുന്ന് നമ്മൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലൊക്കെയാണ് വെച്ചിട്ടുള്ളതെങ്കിലും അതിൽ നിന്ന് ഈ മുട്ടയിൽ നിന്നാണ് ഈ പ്രാണികൾ ഇങ്ങനെ വിരിഞ്ഞു വരുന്നത്. അപ്പം അതിന് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ വാങ്ങി വന്ന് കഴിയുമ്പോഴത്തേക്കിനും ഇത് നമ്മൾ ടിന്നിലേക്കൊക്കെ ഇട്ട് മാറ്റി വെക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്കൊരു പാനിലിട്ടിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാടങ്ങ് വറുത്ത് മുരിച്ചെടുക്കുകയൊന്നും വേണ്ട. ഇതിനൊരു ചൂട് കിട്ടണം. ആ എല്ലാ പൊടിയും നല്ലതുപോലെ ഒന്ന് ചൂടാവുന്നത് പോലെ ചെറു തീയിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയെടുക്കാം. വളരെ ചെറിയ തീയിൽ മാത്രം മതി. കുറച്ച് നേരം നമുക്ക് ഇളക്കിയൊക്കെ കൊടുക്കാം. ഇതങ്ങനെ നമ്മൾ തൊട്ട് കഴിയുമ്പോഴും നമുക്കങ്ങനെ ഒരുപാട് കൈ പൊള്ളുന്നത് പോലെ ചൂടൊന്നും ആവണ്ട. ചെറുതായിട്ടൊന്ന് വാമായി വരണം കേട്ടോ. അത്രയും ആയി വന്നതിന് ശേഷം നമുക്ക് ഈ തീ ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരുപാട് നേരം അങ്ങനെ കാറ്റ് കൊള്ളിക്കാനൊന്നും വെക്കേണ്ട. ജസ്റ്റ് അതിൻ്റെ ആ ഒരു ചൂടൊന്ന് മാറി ഒന്ന് തണുക്കുന്നത് വരെ മാത്രം. അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു ടിന്നിലേക്ക് ഇട്ട് വയ്ക്കാം, നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ. അതിനുശേഷം ഈ ടിന്നിലേക്ക് നമുക്കൊരു 2-3 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ അടച്ചു വെക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് റവയും ഇതേപോലെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കട്ട കെട്ടുന്നത് പോലെ കാണും. അപ്പോൾ നമ്മൾ ഓർക്കുകയും ചെയ്യും, ഇത് വാങ്ങിയപ്പോഴത്തേക്കിനും ഇട്ട് വെച്ചപ്പോഴത്തേക്കിനൊന്നും ഇതിന് പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പം ഇതിലിങ്ങനെ റവയുടെ ഉള്ളിൽ കട്ട കെട്ടിയേക്കുന്ന പോലെ അറിയാൻ പറ്റും. അതിൻ്റെ കാരണവും നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന സമയത്തൊന്നും അതിൽ പ്രാണികളൊന്നും ഉണ്ടായിരിക്കത്തില്ല. പക്ഷേങ്കിൽ നമ്മൾക്കിത് കിട്ടുന്നതിനൊക്കെ മുൻപ് തന്നെ അതിൽ ചെറിയ മുട്ടകളൊക്കെ വീണിട്ടുണ്ടാവും, ഇതിൻ്റെ ഈ പ്രാണികളുടെയൊക്കെ ചെറിയ ജീവികളുടെ. അതുകൊണ്ടാണ് കുറേ നാൾ അതിങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും അതിൽ നിന്ന് ഈ കുഞ്ഞു പ്രാണികളൊക്കെ വന്ന് നമ്മളുടെ ഇട്ട് വെച്ചേക്കുന്ന ടിന്നിലൊക്കെ ഇതായിട്ടുണ്ടാവും. അതിന് പകരവും ഇതുപോലെ തന്നെ ചെയ്യാം. നമ്മൾക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ വാങ്ങിയിട്ടുള്ള ഈ പാക്കറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള റവ ഇട്ട് കൊടുക്കാം. അതിനെയും ഒന്ന് ഇതേപോലെ ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഒരുപാടങ്ങ് മൂപ്പിച്ച് ഒരുപാടങ്ങ് ചൂടൊന്നും ആക്കണ്ട. നല്ലതുപോലെ ഒന്ന് വാമായി വന്നാലും മതി. നല്ലതുപോലെ വാമായതിനു ശേഷം നമുക്ക് നേരത്തെ പോലെ തന്നെ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ ചൂടൊന്ന് ആറി കഴിയുമ്പോഴത്തേക്കിനും നമുക്കൊരു ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെയും നമുക്കൊരു 2-3 ഗ്രാമ്പും കൂടെ ഇട്ടിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ
നേരത്തെ പോലെ പ്രാണികൾ വരുന്നത് ഒഴിവാക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വാങ്ങി വെക്കുന്നവർക്കായിരിക്കും ഇങ്ങനെ വരുന്നത് കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി 250 ഗ്രാം ഒക്കെ വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള പാക്കറ്റ് ഐറ്റംസ് വാങ്ങുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തീരുമല്ലോ. അതേസമയം ഒരു 1 kg അല്ലെങ്കിൽ 2 kg ഒക്കെ നമ്മൾ ഇനി കുറച്ച് നാളത്തേക്കിന് വാങ്ങണ്ട വിചാരിച്ചിട്ട് 1 month or 2 monthsലേക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള പാക്കറ്റ് ഗ്രോസറീസ് ഷോപ്പിംഗ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അത് അങ്ങനെ ചെയ്യുന്നവർക്ക് അറിയാനായിട്ടും പറ്റും. റവയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ കട്ട കെട്ടുന്നത്. പിന്നെ ഇങ്ങനെയാണെങ്കിലും ഒരുപാട് കാലങ്ങളിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു പരിധി വരെ നമുക്കിത് ഒഴിവാക്കാനായിട്ടാണ് പറ്റുന്നത്. ഇനി ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പലരും ചെയ്യാറുണ്ട്. നമ്മൾ ഈ കുക്കർ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കിനും, കുക്കറിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള തവി ഉണ്ടല്ലോ, ഇളക്കിക്കൊണ്ടിരുന്ന തവി, അതെടുത്തിട്ട് അതിൽ ഉള്ള ഒരു കറിയോ ഗ്രേവിയൊക്കെ അങ്ങനെ ഫുള്ളായിട്ട് കുക്കറിലേക്ക് വീഴാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിൽ 2-3 തട്ടൊക്കെ തട്ടും ആ തവിയും കൊണ്ട്. ആ തവിക്ക് നല്ല കട്ടി ഉണ്ടാവും മിക്കവാറും, അല്ലെങ്കിൽ ചിലപ്പോൾ തടിയുടെ തവിയായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആദ്യമൊന്നും കുഴപ്പമുണ്ടാകത്തില്ല. ബട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ ഈ തട്ടി ഈ കുക്കറിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളറിയാതെ തന്നെ അതിനൊരു ചെറിയ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടാവും. അതുകൊണ്ടാണ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഈ മൂടി വെച്ചിട്ട് അടയ്ക്കുമ്പോഴത്തേക്കിനും ഇത് കറക്റ്റായിട്ട് അടയുന്നൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ആവി ഇങ്ങനെ വെളിയിൽ പോകും. അതായത് ശരിക്കും അത് മുകളിൽ കൂടി പോവണ്ട, അല്ലെങ്കിൽ പ്രഷർ തങ്ങി നിൽക്കേണ്ട ഒരു ആവി പോലും സൈഡിൽ കൂടെ പോകും. അപ്പോൾ നമ്മൾ ഓർക്കുകയും ചെയ്യും, വാഷർ മാറ്റിയിട്ടുണ്ടായിരുന്നു, ഇതിന് വേറെ പ്രശ്നമൊന്നുമില്ല, പിന്നെ എന്താ ആവി പോകുന്നതെന്ന്. അപ്പം ഇതൊരു റീസണാണ്. അപ്പം വാഷറിനൊക്കെ പ്രശ്നമൊന്നുമില്ല, അതൊക്കെ ചേഞ്ച് ചെയ്തിട്ടൊക്കെ ഉണ്ടായിട്ടും ഇതേപോലെ ആവി പോകുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങളൊരു കുക്കർ യൂസ് ചെയ്യുമ്പം, അതായത് ഓൾറെഡി ഇങ്ങനെ തട്ടി അതിൻ്റെ അരികൊക്കെ പോയിട്ടുള്ളതാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളൊരു പുതിയ കുക്കറൊക്കെ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കിനും മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ തവി വെച്ചിട്ട് സൈഡിൽ തട്ടാതിരിക്കാനായിട്ട്. അത് നമ്മളിങ്ങനെ ശീലിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പുതിയ കുക്കറാണെങ്കിലും ആദ്യമൊക്കെ മറന്നു പോകും. പക്ഷെ കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ നല്ലതുപോലെ ഓർക്കും. ജസ്റ്റ് കൈ കൊണ്ട് മാത്രം നമ്മൾ ആ തവി നമ്മളുടെ കയ്യിൽ തട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിലുള്ള എന്തെങ്കിലും ഗ്രേവിയൊക്കെ പറ്റിയിരിപ്പുണ്ടെങ്കിൽ അത് താഴേക്കങ്ങ് വീണു പോയിക്കോളും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇതേപോലെ തന്നെയുള്ള സിമിലർ കണ്ടന്റ് ഞാൻ മുൻപും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇഷ്ടമാണെങ്കിൽ അത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.